ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രവാസിയുടെ ബർത്ത്ഡേ, പ്രവാസിയുടെ ജന്മദിനം. എന്താന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു മീ അല്ലേ? അപ്പം പ്രവാസികളുടെ ബർത്ത്ഡേ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നില്ലേ കുട്ടിക്കാലത്തെ ബർത്ത്ഡേ അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ബർത്ത്ഡേ എങ്ങനെയായിരുന്നു? എന്തോരാഘോഷമായിരുന്നു അല്ലേ? കേക്ക് മുറിക്കുന്നു അല്ലേ, മുട്ടായി കൊണ്ട് കൊടുക്കുന്നു, എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ പഠിക്കുമ്പോഴങ്ങനെ ആയിരുന്നോ? നമ്മളൊരു 70-80 കാലഘട്ടത്തിലുള്ളവര്, 70-80 കാലഘട്ടത്തിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലേ. ഭയങ്കര ആഘോഷമായിരുന്നല്ലേ? ആണോ? അപ്പൊ നിങ്ങളിപ്പോ ഓരോരുത്തരും ആലോചിക്കുന്നില്ലേ നമ്മുടെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു? കേക്ക് മുറിക്കുന്നു, ഇതില് ബലൂണുകള്, കളർ ബലൂണുകള്, അങ്ങനെ ആയിരുന്നോ? അങ്ങനെയാണെന്നുള്ളവര് കമന്റ് ഇടുക. ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറയാം. ഈ ബർത്ത്ഡേ എന്നുള്ള ഒരു ചിന്ത വരുന്നത് എപ്പോഴാണെന്നറിയാമോ? SLC ബുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് എഴുതിയിട്ടുണ്ട് 20/6. അങ്ങനെയാണ്. പിന്നെ അയ്യോ അന്ന് നമ്മുടെ ബർത്ത്ഡേ, അങ്ങനെയാണ് എന്റെ ബർത്ത്ഡേയുടെ അനുഭവം. ഈ 70-80 കാലഘട്ടത്തിലുള്ളവരുടെ ബർത്ത്ഡേ എല്ലാം ഇങ്ങനെയാണ് പൊതുവെ. എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ടോ? ബർത്ത്ഡേ ആഘോഷിച്ചവര് ഇതിൽ മെസ്സേജ് ഇടണം കേട്ടാ. ഇല്ലേ, ബർത്ത്ഡേ ആഘോഷങ്ങള് എങ്ങനെയാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത്? നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് മേടിക്കുന്നു, മുറിക്കുന്നു, ആഘോഷിക്കുന്നു, ഇങ്ങനെയല്ലേ? നമ്മക്കോ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല, അപ്പം അങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഫേസ്ബുക്ക് വഴി ആണ് ആൾക്കാർ അറിയുന്നത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന്. രാവിലെ 2-3 പേര് വിളിച്ചു പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അളിയാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇന്ന് ഇത് എന്തുവാണ്? അപ്പോഴും നോക്കുമ്പോഴാണ് അറിയുന്നത് ഇന്നാണ് എന്റെ ബർത്ത്ഡേ. അപ്പോഴും രാവിലെ നമ്മൾ എണീക്കുന്നു, അലാറം വെക്കുന്നു, എണീക്കുന്നു, ജോലിക്ക് പോകുന്നു. വന്യായ ചൂട്. വെളിയിൽ നിന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 50 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ കുവൈറ്റില്. വന്യായ ചൂട്, 50 ഡിഗ്രി. ആ ചൂടിലാണ് ഡ്യൂട്ടി. ഈ സമയത്താണ് ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേ അങ്ങ് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുമല്ലേ, വണ്ടിയിലാ ഡ്യൂട്ടി. അപ്പോൾ രാവിലെ എനിക്കൊരു അളിയൻ ഒരു മെസ്സേജ് ഇട്ട്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ മനു അലക്സ്, ഇപ്പൊ ബോംബെയില്. അളിയൻ രാവിലെ ഒരു മെസ്സേജ് ഇടുന്നു, അളിയ ഹാപ്പി ബർത്ത്ഡേ അളിയാന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതെന്തോ അളിയെന്നൊരു മെസ്സേജ് ഇട്ടേക്കുന്നത്. എന്റെ ബർത്ത്ഡേ. അങ്ങനെ പിന്നെ 2-3 ഇഷ്ടം പോലെ കൂട്ടുകാർ മെസ്സേജുകൾ ഇഷ്ടം പോലെ ഇട്ട്. അങ്ങനെ ഫേസ്ബുക്ക് നമ്മളെ അറിയിക്കും ഇന്നാണ് നിന്റെ ബർത്ത്ഡേ, അടിച്ചു പൊളിച്ചോളെ. അങ്ങനെ നമ്മൾ എന്തോന്ന് അടിച്ചു പൊളിക്കാൻ ഡ്യൂട്ടി, ചൂട്, അങ്ങനെ എന്തോ പറയാനാണ്. ഇതാണ് ഒരു പ്രവാസിയുടെ ബർത്ത്ഡേ. ഈ ചൂടത്ത്, 50 ഡിഗ്രി ചൂടത്ത് ബർത്ത്ഡേ ആഘോഷിക്കുക എന്നത്തെ പോലെ തന്നെ. പിന്നെ ഈ ബർത്ത്ഡേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ച് ബർത്ത്ഡേ വിഷസ് പറയാറുണ്ടോ? ആരെങ്കിലും ഈ പ്രവാസികളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാറുണ്ടോ? എന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ ചാൻസ് കുറവ്. അവർ അറിഞ്ഞിട്ടില്ല എന്റെ ബർത്ത്ഡേ, അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പൊ ഇന്നേ വരെ ആരും ഇങ്ങനെ ബർത്ത്ഡേ ആണെന്ന് പോലും ചോദിച്ചിട്ട് പോലും ഇല്ല. അതാണ് നമ്മുടെ പ്രവാസികളുടെ ബർത്ത്ഡേ. ബർത്ത്ഡേ 20-ാം തീയതി ആണെന്ന് ഫേസ്ബുക്കിന് അറിയാം. വീട്ടുകാർക്ക് എന്തോ അറിയാം, 20-ാം തീയതി ശമ്പളം വരുമെന്നറിയാം. അതാണ് അതിന്റെ വ്യത്യാസം. പ്രവാസികളായിട്ടുള്ള ബർത്ത്ഡേക്കാർക്ക് എനിക്ക് തരാനുള്ള ഉപദേശം, നമ്മൾ ഈ ഒരു ദിവസത്തെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കുക. ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ച് ഇച്ചിരി മാനസിക സന്തോഷത്തോടു കൂടി നമ്മൾ ഇത് ആഘോഷിക്കണം. പക്ഷെ എന്റെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങ് പോയി. ഈ പ്രാവശ്യം പോട്ട്, അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കാന്നുള്ള കണക്കൂട്ടല.
എന്താന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇച്ചിരി ജോലി കൂടുതലായിരുന്നു, ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. വൈകിട്ടെങ്ങാനും കടയിൽ പോയാലും ഒരു 2 പൊറോട്ടയും ഒരു ചിക്കൻ ചില്ലിയും മേടിച്ച് അടിച്ചാലും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകണം. അന്യായ ചൂട്, 50 ഡിഗ്രിയാണ് ഇന്നത്തെ ഇവിടുത്തെ ചൂട്. അപ്പൊ നിങ്ങളുടെ ഓരോ പ്രവാസികളുടെ സ്ഥലത്തിന്റെ ചൂടൊന്ന് കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്ത്, അറിയട്ടെ. പ്രവാസികളായ ബർത്ത്ഡേക്കാര്, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ ഇച്ചിരി പ്രവാസികളായവരൊക്കെ ബർത്ത്ഡേക്ക് ആഘോഷിക്കണം. അതാണ്, ഒരു ദിവസം ബർത്ത്ഡേ ആണെങ്കിൽ നമ്മളന്ന് ലീവ് എടുത്ത് ഒന്നെങ്കിൽ റൂമിലെങ്കിലും വെറുതെങ്കിലും ഇരിക്കണം. സമ്പാദിച്ചിട്ടൊക്കെ എന്താ ചെയ്യാനാ ഈ ചൂടും പിടിച്ച്. അപ്പൊ ഒരു ദിവസം എല്ലാരും ആഘോഷിക്കുക. ബർത്ത്ഡേക്കാര് എല്ലാവരുടെ ബർത്ത്ഡേ, വരാൻ പോകുന്നവരുടെ ബർത്ത്ഡേക്കുള്ള ആശംസകൾ നേരുന്നു. എല്ലാ പ്രവാസികളും ബർത്ത്ഡേ ആഘോഷിക്കണം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുവൈറ്റിലുള്ളവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ നാളെ കുവൈറ്റ് എയർവേസിന്റെ അടിയിൽ കിടന്ന് പോകേണ്ട ഇതാണ്. പ്രവാസികളുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും കുവൈറ്റ് എയർവേസിന്റെ അടിവശത്തെ ലഗേജിൽ ആയിരിക്കും നമ്മുടെയൊക്കെ യാത്ര, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ജന്മദിനാശംസകൾ നേരുന്നു, എനിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.